ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു നിക്കാബ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഈ രണ്ട് കണ്ണിൻ്റെ അവിടെ എലാസ്റ്റിക് വരുന്ന ടൈപ്പ് നിക്കാബാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് രണ്ട് ടൈപ്പ് നിക്കാബ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ ലെയർ നിക്കാബും ഒരു ത്രിബിൾ ലെയർ നിക്കാബും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ അതെടുത്ത് കാണുന്നത്. ഫസ്റ്റായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണേ. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ പീസിൻ്റെ വീതി 15 ഇഞ്ചാണ്. ഈ പീസിൻ്റെ വീതി. ഓക്കെ, ഇതിൻ്റെ നീളം 34 ഇഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ നീളം 15 ഇഞ്ച് വീതിയും 34 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് അയൺ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക കേട്ടോ. 15 ഇഞ്ച് വീതിയും 34 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് എടുത്ത് കണ്ട് കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ അയൺ ചെയ്ത് കണ്ട് മടക്കിയിടുക. ഓക്കെ, ഇനി അടുത്തൊരു പീസാണിത്. ഇതിൻ്റെ ഇതിൻ്റെ വീതി 6 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി. ഇതിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്ത് കണ്ട് അതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിടുക. ഓക്കെ, ഇനി ഇതേപോലത്തെ രണ്ട് പീസ്, ഒരേ അളവിലുള്ള രണ്ട് പീസാണത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം. ഒരേപോലത്തുള്ള രണ്ട് പീസ് എടുത്തുകയാണ് ഇതേപോലെ സെൻറ്ററും ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി. ഇതിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അതേപോലത്തെ സെയിം പോലത്തെ രണ്ട് പീസ് എടുത്തുകൊണ്ട് ഇതേപോലെ സെൻറ്ററൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് അയൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു എലാസ്റ്റിക്കാണ്. ഒരു 1/4 ഇഞ്ച് വീതി ഈ എലാസ്റ്റിക് ഇല്ല, അതിനെയും കുറഞ്ഞ വീതിയുള്ള ഒരു ബ്ലാക്ക് എലാസ്റ്റിക്കാണ് കേട്ടോ. അത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ പീസ് എടുക്കുക. ഒരേപോലത്തെ രണ്ട് പീസ് ഉണ്ടല്ലോ, അതിൽ ഒരു പീസ് എടുത്തിട്ട് രണ്ട് പീസ് ഇതേപോലെ തന്നെ അടിക്കേണ്ടത്, ഇതേപോലെ അടിക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ആദ്യം വിലങ്ങനെ അടിച്ച് തുടങ്ങുക. ഇതേപോലെ കറക്റ്റ് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റാർട്ടിങ് വിലങ്ങനെ അടിച്ചിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഈ നീളം ഭാഗം ഫുള്ളായിട്ട് അതേ വീതിയിൽ ആ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് അടിക്കുക. കറക്റ്റായിട്ട് ആ പീസിൻ്റെ രണ്ട് തുമ്പും ഒപ്പം വെച്ച് കണ്ട്, അതൊരു പീസ് കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കണ്ട് അതിൻ്റെ രണ്ട് തുമ്പും ഒപ്പം വെച്ച് കണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആ പീസ് രണ്ട് ഭാഗം അടിച്ചെടുത്തു കേട്ടോ. ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് ഓൾറെഡി ഫോൾഡിങ്ങിലായി കിടക്കുകയാണ്. ഈ ഭാഗം ക്ലോസ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ആ നീളം ഭാഗം അടിക്കുക. അതിൻ്റെ ഒരു ഭാഗം, ഒരു വിലങ്ങിന് വരുന്ന ഒരു ഭാഗം ഓപ്പൺ ആക്കി കിടക്കുകയാണ്. അത് ആ ഭാഗത്തിലൂടെ ആ പീസിന് മറിച്ചെടുക്കുകയാണ് കേട്ടോ. അതേപോലെ ഇവിടെ ക്ലോസിംഗ് ആണ്. ഇതിലൂടെ ഒരു കമ്പിയോ എന്തെങ്കിലും ഇട്ടുകാണ്ട് ഇതേപോലെ മറിക്കുകയാണ്. പെട്ടെന്ന് മറിഞ്ഞു കിട്ടും കേട്ടോ. കാരണം ഈ നിക്കാബൊക്കെ അടിക്കുന്ന ക്ലോത്ത് വളരെ നൈസാകാരം. അപ്പോൾ വേഗം മറിഞ്ഞ് കിട്ടും. ഇതേപോലെ അങ്ങനെ കറക്റ്റായിട്ട് മറിക്കുക. രണ്ട് പീസും അതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഈ പീസ് എടുക്കുകയാണ്. അതായത് 6 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ലെങ്ത്തുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പീസ് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 6 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ്. ആ പീസ് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഫോൾഡ് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊരു മാർക്കിങ് കൊടുക്കുക. ഇതിൽ കറക്റ്റ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ പീസ് എടുക്കുക. പീസ് എടുത്തിട്ട് ആ ക്ലോസ് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ക്ലോസ് ചെയ്യാത്ത ഭാഗം എടുക്കുക. ഓക്കെ, ഇതാണ് ക്ലോസ് ചെയ്യാത്ത ഭാഗം. ഈ ക്ലോസ് ചെയ്യാത്ത ഭാഗം എടുത്തിട്ട് ഇവിടെ വെക്കുകയാണ്. അതായത് ഈ ഫോൾഡിങ്ങിന് പൊന്തിച്ചിട്ട് നമ്മളെ മാർക്ക് ചെയ്ത സെൻറ്ററിൽ ആ മാർക്കിങ്ങില്ലേ, ആ മാർക്കിങ്ങ് കറക്റ്റായിട്ട് ആ പീസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് വിലങ്ങിനെ അടിക്കുക. അപ്പോൾ ഈ കാണിക്കുന്ന ഇതേപോലെ കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യണ ഇതേപോലെ ചെയ്താൽ മതി. അങ്ങനെ അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അത് മറിച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലാകെ വരിക. ആ പീസ് ഫോൾഡ് ചെയ്ത് കണ്ട് ആ ഫോൾഡിങ്ങിൻ്റെ ആ സെൻറ്ററിലാണ് വെക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ വരും. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കുക.
എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്കിങ് കൊടുക്കുക. അതാ സെൻറ്ററിൽ ഒരു മാർക്കിങ് കൊടുത്തു. ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഈ പീസ് കറക്റ്റ് ആ മാർക്കിങ്ങിൽ വെച്ച് ആ ഫോൾഡിങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് വിലങ്ങിന് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് നീർത്തി വരുമ്പോൾ കറക്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. ആ തുമ്പൊക്കെ അതാ ഇതേപോലെ വരും. ഓക്കെ, ഇതാ കറക്റ്റായിട്ട് ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളൂ. ഇതാ കറക്റ്റായിട്ട് സെൻറ്ററിൽ ആ കയറിട്ട് വെച്ച പോലെ ആ കയറിൻ്റെ തുമ്പൊക്കെ ആ പീസിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ക്ലോസ് ചെയ്യുക. ഉള്ളിലേക്കും ഫോൾഡ് ചെയ്ത് വെച്ച് അടിക്കുകയാണ്. ഇത് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം 3 ഭാഗം ക്ലോസ് ആയി കിടക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ഭാഗം നമുക്ക് കവർ ചെയ്ത് അടിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്ക് തുമ്പ് മടക്കി വെച്ച് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് തെല്ലിനെ അടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആ ഭാഗമാണ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിത് 3ാമത്തെ മോഡൽ നിക്കാബാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ മുമ്പ് ഒരു നിക്കാബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സിംഗിൾ ലെയർ നിക്കാബ്. പിന്നെ ഒരു ട്രിപ്പിൾ ലെയർ നിക്കാബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതെടുത്ത് കാണുക. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നിക്കാബുകളാണ്. ഇനി 2-3 ടൈപ്പ് നിക്കാബും കൂടെ ഉണ്ട്. അത് നമുക്കിതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ചെയ്യാം. ഒന്നായിട്ട് ഫുള്ളായിട്ട് നിക്കാബ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ആ ഭാഗം ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഒരു എലാസ്റ്റിക്കാണ് വെക്കാൻ പോകുന്നത്. അതിന് ഒരു എലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു 2 ഇഞ്ച് നീളത്തിലൊരു എലാസ്റ്റിക് പീസ് വന്ന് കട്ട് ചെയ്യാം കേട്ടോ. 2 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബ്ലാക്ക് എലാസ്റ്റിക്കാണ്. ഇതൊരു 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് വെക്കലാണ് ഏറ്റവും നല്ലത്. ഇത് 4 ഇഞ്ചും വീതിയില്ല. ഓക്കെ, അപ്പോൾ ഇതിലേറെ കുറച്ചും കൂടെ ഉറപ്പും ഒക്കെ കിട്ടുക. കുറച്ചും കൂടി ഒരു 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് നിങ്ങൾ വെക്കണേ. ബ്ലാക്ക് 4 ഇഞ്ച് എലാസ്റ്റിക് വീതിയുള്ള എലാസ്റ്റിക് വാങ്ങാൻ കിട്ടും. അതാകെ മീറ്ററിൻ്റെ അത്ര 4 രൂപ 5 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചാൽ മതി. അതാണ് കുറച്ചും കൂടെ ഉറപ്പൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് 2 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിങ്ങനെ പിന്നി പോരും. അതിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്യണം. നമ്മൾ ആ വലിയ പീസ് എടുക്കുക. വലിയ പീസ് എടുത്ത് കറക്റ്റ് ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കുക. ഈ ഭാഗത്താണ് അതിൻ്റെ ഫോൾഡിങ് വരുന്നത്. ആ ഫോൾഡിങ് വരുന്ന ആ ഭാഗത്ത് ഇതേപോലെ എലാസ്റ്റിക് കറക്റ്റ് സെൻറ്ററിൽ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഓക്കെ, ആ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റ് ആ എൻഡ് കൊണ്ടുപോയിക്കാണ്ട് ആ ഫോൾഡിങ്ങിന് ചാരിയിട്ട് തന്നെ ഇതേപോലെ വെക്കുക. ആ എലാസ്റ്റിക് ഫോൾഡ് ചെയ്ത ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ വെച്ചുകൊണ്ട് കറക്റ്റ് വിലങ്ങിന് അടിക്കുക. അപ്പോൾ മറിക്കുമ്പോൾ കറക്റ്റ് ആ എലാസ്റ്റിക് പുറത്തേക്ക് വരുന്ന രൂപത്തിലാക്കണം വരിക. ഓക്കെ, എലാസ്റ്റിക് ഫോൾഡ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. എന്നിട്ട് ആ തുമ്പ് കറക്റ്റ് ആ തുണിൻ്റെ തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് എലാസ്റ്റിക്കിൻ്റെ തുമ്പും തുണിൻ്റെ തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് വിലങ്ങിന് അടിക്കുക. അതേപോലെ തന്നെ ഇവിടെ എലാസ്റ്റിക് കറക്റ്റ് സെൻറ്ററിലാണ് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഓക്കെ, വെച്ചിട്ട് ആ 2 തുമ്പും ഒപ്പം വേണം. ഒരു 4 ഇഞ്ച് വീതിയിലേലും തുമ്പ് വേണം കേട്ടോ. അല്ലെങ്കിൽ അതിലേറെ വെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എലാസ്റ്റിക് ആകുമ്പോൾ വലിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നിപ്പോരും. അപ്പോൾ അതിന് ഒരു 4 ഇഞ്ചിലേറെയൊക്കെ പുറത്തേക്ക് തള്ളി നിന്നോട്ടെ എലാസ്റ്റിക്. അപ്പോൾ ഇതേപോലെ വെച്ചുകൊണ്ട് അടിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിന് മറിക്കുകയാണ്. അതേപോലെ മറിക്കുമ്പോൾ ഇതേപോലെ വരും. ആ ലാസ്റ്റ് ആ ഫോൾഡിങ്ങിനോട് ചാരിയിട്ട് എലാസ്റ്റിക് 2 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് ഡബിൾ മടക്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതേപോലെ. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും കാണുന്നില്ല കേട്ടോ. ഇതേപോലെ എലാസ്റ്റിക് 2 ഇഞ്ച് നീളത്തിലുള്ള എലാസ്റ്റിക് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് മടക്കി വെക്കുക. ഡബിൾ ഫോൾഡിങ്ങിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം കൂടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ആ ഭാഗം കൂടെ ക്ലോസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കൂടെ ക്ലോസ് ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് നല്ല ഇപ്പോൾ ഓരോ പീസും നമ്മൾ അടിച്ചെടുക്കണ്ടല്ലോ. അത് ഓരോ പീസും അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് അയൺ ചെയ്യാം കേട്ടോ. എന്നാലും ഒന്ന് വൃത്തിയായിട്ട് കിടക്കുള്ളൂ. കാരണം ഇത് വളരെ നൈസ് തുണിയാക്കാരം. അപ്പോൾ ഇതിങ്ങനെ പൊള്ളച്ച് കിടക്കും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ ഓരോ പീസും അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും. ഓക്കെ, എന്നിട്ട് ഈ പീസ് ഇതിന്മേൽ ഫിറ്റ് ചെയ്യണം. ഇതേപോലെ കറക്റ്റ് വെക്കുക. കറക്റ്റ് വെച്ചിട്ട് ഇതിന്മേൽ അടിക്കുക. കറക്റ്റ് സെൻറ്ററിൽ കൊടുന്നുകാണ്ട് ഈ പീസ് വെക്കുക. ഈ 6 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളമുള്ള ഈ പീസില്ലേ,
അത് നമ്മൾ ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ അടിച്ചിട്ടല്ലോ, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ്ങിൽ കറക്റ്റ് അലാസ്റ്റിക് കൊടുന്നിക്കാണ്ട് വെക്കുക. രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ വീതി വേണം കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ വരണം, അതിനാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് കണ്ട്. ആ കറക്റ്റ് സെൻറ്ററിൽ രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ തുമ്പ് വെച്ചിട്ട് കറക്റ്റ് ആ അലാസ്റ്റിക്കിൻ്റെ എൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ അലാസ്റ്റിക് ഒരു ഫോൾഡ് ചെയ്ത് കണ്ട്, അലാസ്റ്റിക് ഇപ്പോൾ കിടക്കേണ്ടത് ഡബിളാണ്, ഫോൾഡ് ചെയ്ത് കണ്ട്. അപ്പോൾ അവിടെ വെറുതെ അവിടെ വെച്ച് കണ്ടൊന്ന് അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതേപോലെ അലാസ്റ്റിക്കിനെ തുമ്പൊന്ന് പുറത്തേക്ക് വരേണ്ട പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അലാസ്റ്റിക് നമ്മൾ 2 ഇഞ്ച് വീതിയിലല്ല 2 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസ് എടുത്തുകൊണ്ട് ഫോൾഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഇട്ടുകൊണ്ട്. അപ്പോൾ ഫോൾഡിംഗ് ആണ് ഇപ്പോൾ ഈ പുറത്തേക്ക് കാണേണ്ടത്. അപ്പോൾ ആ ഫോൾഡിങ്ങും വെച്ചിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്, അലാസ്റ്റിക്കിന് തുമ്പൊന്നും പുറത്തേക്ക് വരില്ല. ഇതേപോലെ ആ മാർക്കിങ്ങ് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ആ രണ്ട് ഭാഗം ഇതേപോലെ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും കറക്റ്റായിട്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു മെത്തേഡാണ്. വളരെ ഈസി ആയിട്ട് ഈ ഓൾഡ് ഷോളൊക്കെ ഉണ്ടാവും, ഈ പർദ്ദൻ്റെ അബായൻ്റെ ഷോളുകളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാതെ കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നിക്കാബുകളൊക്കെ അടിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.